ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനിക എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനിക, യഥാർത്ഥ പേരല്ല. എനിക്ക് 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഒരു അധ്യാപികയാകാനുള്ള യോഗ്യതയാണ് എനിക്കുള്ളത്. പഠനശേഷം ഞാൻ ചെറിയ ചെറിയ സ്കൂളുകളിൽ ഗസ്റ്റ് അധ്യാപികയായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ഥിരമൊരു ജോലിക്ക് വേണ്ടി എനിക്കൊത്തിരി മോഹമുണ്ടെങ്കിലും നല്ല പൈസ കൊടുക്കണം. പിന്നെ PSC ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് എൻ്റെ സൗന്ദര്യം കണ്ട് ആകർഷിക്കപ്പെട്ട് ഒരു വിവാഹാലോചന വന്നത്. ഇപ്പോഴെങ്ങും വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ ചെക്കനെ കാണാൻ കൊള്ളാം. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉയർന്ന പൊസിഷനിൽ ജോലിയുമുണ്ട്. അവർക്ക് വേണ്ടത് നല്ലൊരു പെണ്ണിനെ മാത്രമാണ്. വേറെ ഡിമാൻഡുകളൊന്നുമില്ല. പിന്നെ എൻ്റെ ബന്ധുക്കൾ കൊണ്ടുവന്ന ഒരു ആലോചന കൂടിയായിരുന്നു ഇത്. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളെ കല്യാണം നടക്കട്ടെ. അവർക്ക് എന്നെ ജോലിക്ക് വിടുന്നതിലോ അധ്യാപികയാക്കുന്നതിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. എന്ന് വെച്ച് ഒത്തിരി സാമ്പത്തികമൊന്നും അവിടെ എടുക്കാനില്ല. നല്ല ജോലിയുണ്ട്, കഴിഞ്ഞു പോകാം. എനിക്ക് ജോലിയില്ലെങ്കിലും മുന്നോട്ട് പോകാം. പക്ഷേ എനിക്ക് അധ്യാപികയാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, അതിനെന്താ, 3-4 വർഷത്തേക്ക് നമുക്ക് കുട്ടികളൊന്നും വേണ്ട. ഇത്തിരി താമസിച്ചാണെങ്കിലും നിനക്ക് ഒരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കില്ല. 30 വയസ്സിൽ മതി നമുക്ക് കുട്ടികൾ. അതുവരെ നിനക്ക് സമയമുണ്ട്. എങ്ങനെയെങ്കിലും PSC എഴുതിയോ അല്ലാതെയോ നമുക്കൊരു അധ്യാപികയാകാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യം കേട്ട് ഞാനും ആഹ്ലാദിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും വീട്ടിൽ കാണില്ല. ആഴ്ചയിൽ ഒരു 4 ദിവസം മാത്രം. അന്ന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഭർത്താവ് ആദ്യമേ എന്നോട് പറഞ്ഞ് എന്താണെന്നറിയാമോ? എടി, നീ ഒരു ടീച്ചറാണ്. ടീച്ചർമാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇത്തിരി ചമ്മലൊക്കെ ഉണ്ട്. എല്ലാത്തിനും അവർ സദാചാരം നോക്കും. അതുകൊണ്ട് ഇഴുകിച്ചേർന്നുള്ള പല രംഗങ്ങളിലും അഭിനയിക്കാൻ അവർക്ക് മടിയായിരിക്കും. പക്ഷെ ഞാൻ നിനക്ക് ആദ്യമേ വാൺ ചെയ്യുകയാണ്. ആവോളം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടല്ല. എങ്കിലും എൻ്റെ മനസ്സിലുള്ള സങ്കല്പത്തിന് ഒത്ത പെണ്ണായിരുന്നു നീ. അതുകൊണ്ടാണ് നമ്മൾ 2 പേരും പരസ്പരം കണ്ടും അറിഞ്ഞും ആസ്വദിച്ചും പരമാവധി ഐറ്റങ്ങൾ സ്റ്റേജിൽ പരീക്ഷിച്ചും മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഭർത്താവ് പറഞ്ഞു, വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് ഒത്തിരി മോഹങ്ങളുണ്ട്. ആ മോഹങ്ങൾക്കെല്ലാം നീ കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കഴുത്ത് വേദനിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട, 5 മിനിറ്റ് മതിയെന്ന്. ഭർത്താവ് പറയും പോരാ, ഇന്ന് നീ 25 മിനിറ്റ് വേണം എന്ന് പറഞ്ഞാൽ 25 മിനിറ്റും എനിക്ക് കഴുത്ത് വേദനിപ്പിക്കേണ്ടി വന്നു. അതിന് പകരമായി 2 മണിക്കൂർ വേണമെങ്കിലും ഭർത്താവും എനിക്ക് വേണ്ടി അയാളുടെ കഴുത്ത് വേദനിപ്പിക്കും. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോകെ പോകെ എനിക്ക് മനസ്സിലായി, സ്ത്രീ എന്ന് പറയുമ്പോൾ മരത്തടി പോലെ ജീവിക്കേണ്ട ഒരാളല്ല. അവൾ ഉണർന്ന് പ്രവർത്തിക്കണം. കൊതിച്ചു പൊങ്ങി ചാടി ഉയർന്ന് അവൾ പല നിലകളും സ്വന്തമാക്കി ഇളകിത്തുള്ളണമെന്ന് മനസ്സിലാക്കി തന്നത് എൻ്റെ ഭർത്താവാണ്. എല്ലാ രീതികളും പോസിബിളാണ് മനുഷ്യരിൽ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വീഡിയോകളൊക്കെ കണ്ടിട്ട് നിനക്ക് പറ്റാവുന്നത് നീ അങ്ങേയറ്റം വരെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കണമെന്ന് പറയും. ഞാൻ പറയും എനിക്ക് പിൻമുറ്റം മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ലെന്ന്. ഭർത്താവ് പറയും അത് വേണ്ടാന്ന് വെക്കാം, പക്ഷേ എങ്കിലും ബാക്കി എല്ലാ ഐറ്റംസും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പരമാവധി സഹകരിച്ചു. മാഡം, സഹകരിച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും അത് അതീവ ശ്രദ്ധയോടുകൂടി മുന്നേറുന്ന ഒരു ഗെയിം പോലെ തോന്നി. പിന്നീട് അതിൽ നിന്ന് ഒരു തെല്ലി ഇൻട്രസ്റ്റ് പോലും എനിക്ക് കുറഞ്ഞിട്ടില്ല. ഓരോ ദിവസങ്ങളും ഭർത്താവ് വരാൻ ഞാൻ കാത്തിരിക്കും. ഞങ്ങൾ അന്ന് വെളുക്കുന്നത് വരെ ഉറങ്ങുകയേയില്ല. അത്രയ്ക്കും ഞങ്ങൾ തമ്മിൽ പൊരുത്തമായിരുന്നു. മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. ഇതിനിടയ്ക്ക് പല സ്ഥലത്തും ഞാൻ ജോലി ചെയ്തു. ഗസ്റ്റ് ലെക്ചറായിട്ടാണ്. 1 വർഷം, 6 മാസം, 3 മാസം അങ്ങനെ. എങ്കിലും ഒരു സ്ഥിര ജോലി കിട്ടുക അധ്യാപികയായിട്ട്, ആ ഒരു കാര്യം എൻ്റെ സ്വപ്നം മാത്രമായി തുടർന്നു. പിന്നെ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ സാലറി വളരെ കുറവാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പത്രത്തിൽ കണ്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതീവ സുന്ദരനായ ഒരാളാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അതിൻ്റെ മാനേജർ. പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ട്. +2 ആ വേക്കൻസി. ഞങ്ങളതിന് ചോദിക്കുന്നത് ഇത്ര ലക്ഷമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലകറക്കം വന്നു. ഞാൻ പറഞ്ഞു, സാർ, ഇതൊരിക്കലും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. വേണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പാതിയായാൽ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അന്ന് എനിക്ക് വലിയ ദുഃഖമായിരുന്നു. പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് യോഗ്യതയുള്ള ആൾക്ക് ഡയറക്റ്റ് കിട്ടുമെന്നാണ്. അതൊന്നും നടക്കില്ലെന്ന് എനിക്ക് പിന്നെയും മനസ്സിലായി. അന്ന് രാത്രി ഭർത്താവിനോട് ചോദിച്ചു എന്താണെന്ന്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പോട്ടെ, ഇനി ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് അവിടെ ഇല്ലാത്ത സമയത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തായി തീരുമാനമെന്ന്. ഞാൻ പറഞ്ഞു ഭർത്താവിനോട് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ
കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാൻ പോയില്ല. കാര്യം ഇത്രയും ലക്ഷം തരാൻ എൻ്റെ കയ്യിലില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, പാതി ഉണ്ടാകുമോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാനിത് എൻ്റെ ഭർത്താവിനോട് പണത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല സാർ, അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, എന്തായാലും തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു ടീച്ചറാണെന്ന് തോന്നി. അതുമാത്രമല്ല എന്തോ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തന്നോട് എനിക്ക് തോന്നിയെന്ന്. അയാളുടെ ടോൺ എങ്ങോട്ടാണ് വഴുതി മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു, തനിക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? പണത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിലല്ലേ. താൻ എൻ്റെ കൂടെ ഒന്ന് രസകരമായി കൂട്ടുചേരാമെങ്കിൽ അതിൻ്റെ പാതിയല്ല, ചിലപ്പോൾ നമുക്കൊരു 10 ലക്ഷത്തിൽ കാര്യങ്ങൾ ഒതുക്കാം. ചിലപ്പോൾ അതിൻ്റെ താഴെയാണെങ്കിലും കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അടിമുടി എനിക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാനായി. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി അയഞ്ഞയഞ്ഞു കൊടുക്കുന്നവരാണ്. പക്ഷേ താൻ കൂടുതൽ മുറുകി എൻ്റെ അടുത്തേക്ക് വരണം എന്നയാൾ പച്ചയായിട്ട് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടി, മനസ്സാകെ വിഷമിച്ചു. എൻ്റെ സൗന്ദര്യത്തിനാണ് അയാൾ വില പേശുന്നത്. പിന്നെ ഞാൻ അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് വരുമ്പോൾ മുഴുവൻ പൈസയുടെ കാര്യം ഞാൻ ചോദിച്ചു നോക്കിയിട്ട് വിളിക്കാം സാറെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞു. അവിടെ ഡൈനിങ് ടേബിളിൽ തല ചായച്ച് കിടന്ന് വെങ്ങി പൊട്ടുമ്പോഴാണ് അമ്മായിമ്മ വന്നത്. എന്താ മോളെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അമ്മായിമ്മ പൊതുവെ ഒരു സൈലൻ്റ് നേച്ചറാണ്, ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. പക്ഷേ ആ സമയത്ത് അമ്മായിമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അതിനെന്തിനാ മോളെ വിഷമിക്കുന്നത്? നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണം. അമ്മ എന്തായി പറഞ്ഞത്? അമ്മയുടെ മകൻ്റെ ഭാര്യയാണ് ഞാൻ. അപ്പം അമ്മയോട് പറഞ്ഞു, മകൻ്റെ ഭാര്യയാണെങ്കിലും ആരുടെ ഭാര്യയാണെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നീ ശ്രദ്ധിച്ചാൽ മതി മോളെ. ഇത്രയും നല്ലൊരു സ്ഥിര ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞല്ലോ അങ്ങേര് നല്ലൊരു സുന്ദരനാണെന്ന്. അയാളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചാൽ എന്താ, ഒരു ചുക്ക് സംഭവിക്കില്ല. എടി, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 4-5 പാക്കറ്റ് വാങ്ങിക്കുക, അത് ബാഗിലേക്ക് ഇട്ടേക്കുക. അയാൾ അടുത്തേക്ക് വരുമ്പോൾ ഇതില്ലാതെ കാര്യം നടക്കില്ല എന്ന് പറയുക. അത്രയേ ഉള്ളൂ, വേറൊന്നും സംഭവിക്കാനില്ല. അമ്മേ, അതൊക്കെ നമുക്ക് കുടുംബത്തിൽ ചേർന്നവർക്ക് പറ്റിയ പണിയാണോ? അപ്പോൾ അമ്മായിമ്മേനോട് പറഞ്ഞു, മോളെ, കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ഒന്നും പുറത്തറിയാതെ നമ്മൾ എല്ലാം മാനേജ് ചെയ്യുന്ന പെണ്ണുങ്ങളെന്നാണ്. നമ്മളുടെ കാര്യം ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ. ആരെങ്കിലും അറിഞ്ഞു പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ പിറന്നാണെങ്കിലും തെരുവിൽ പിറന്നാണെങ്കിലും എല്ലാവർക്കും പേരുദോഷം വേറെ ആയിരിക്കും. അതുകൊണ്ട് ആരും ഒന്നും അറിയാതെ മുന്നോട്ട് പോയാൽ മതി. നീ ഇത്ര മണ്ടിയായല്ലോ, ഇത്രയും വലിയൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റാണ് മോളെ. അതുമാത്രമല്ല, കാണാൻ കൊള്ളാത്തൊരുത്തനോ അല്ലെങ്കിൽ പ്രായമായ ആളോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഓക്കെ അല്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ നീ തന്നെ പറഞ്ഞു അയാളൊരു സുന്ദരനാണെന്ന്. അതിനർത്ഥം നിനക്കും എന്തോ അകത്തൊന്ന് കൊളുത്തി പിടിച്ചിട്ടില്ലേ? അമ്മേ, അങ്ങനൊന്നും പറയരുത്. നീ വെറുതെ ചിണുങ്ങൊന്നും വേണ്ട. നീ ഇപ്പം ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഈ കുടുംബത്തിൽ നിൽക്കുകയാണ്, നല്ലവളായി ജീവിക്കണമല്ലോ എന്നോർത്തായിരിക്കും നിൻ്റെ ദുഃഖം. പക്ഷേ മോളെ, നല്ലവളായിട്ട് ജീവിക്കണമെങ്കിൽ കുറേ ട്രിക്കുകൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇവിടെ ഇരുന്ന് നല്ലവളാണെന്ന് ഭാവിച്ചാൽ കയ്യിൽ പണം വരില്ല, ജോലിയും വരില്ല എന്ന് പറഞ്ഞു. അമ്മേ, ചേട്ടനെങ്ങാണ് പറഞ്ഞാൽ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം, നീ മിണ്ടാൻ പോകണ്ട. അയ്യോ, അമ്മയും മകനും തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പിന്നെയും പൊട്ടിച്ചിരിച്ചു. അതൊക്കെ സംസാരിക്കാതിരിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് നിൻ്റെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടന്നാൽ പോരെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നെ തലയിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോയി. ഞാൻ ഓർത്തത്, ഇവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കുമില്ലേ വളരെ പക്വതയുള്ള ഒരു കുലീനയായ വീട്ടമ്മ. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇത്രയ്ക്കും അധികം ട്രിക്കുകളും നിഗൂഢതകളും ഒളിഞ്ഞിരിപ്പുണ്ടോ? എനിക്ക് അത്ഭുതമായിരുന്നു. അവരുടെ ഭർത്താവിനോടൊക്കെ അവർ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇതിലും നല്ലൊരു ദാമ്പത്യ ബന്ധം വേറെ ഇല്ലെന്ന്. ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനിത് ആരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എടീ, രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള രഹസ്യങ്ങളാണെങ്കിലും അത് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നതാണ് നല്ലത്. അതായത് ചെവി അറിയാതെ കാര്യങ്ങൾ സാധിക്കുക. എൻ്റെ പൊന്നുമോൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് താടിയിൽ തൊട്ടിട്ട് അവർ പാചകം തുടർന്നു. ഇവർ ചില്ലറ പുള്ളിയല്ല. കായംകുള കൊച്ചുണ്ണിക്ക് പാൽപ്പായസം വെച്ച് കൊടുത്ത പാൽക്കാരി കുഞ്ഞമ്മയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഭർത്താവിനോട് അമ്മായിമ്മ ഇത് പറയുമോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഭർത്താവ് വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മായിമ്മ രാത്രി അത്താഴം കഴിഞ്ഞ് വിളിച്ചു നിർത്തി എൻ്റെ ഭർത്താവിനോട് എന്തോ പറഞ്ഞു.
ഭർത്താവ് കനത്ത മുഖവുമായിട്ടാണ് അടുത്ത് വന്നത്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ തള്ളയുടെ മന്ത്രോച്ചാരണങ്ങളൊന്നും പുള്ളിക്ക് അങ്ങോട്ട് ഏറ്റില്ലാന്ന് തോന്നി. ഏത് ഭർത്താവിനാണേലും ഭാര്യയ്ക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ദേഷ്യമല്ലേ വരുന്നത്. ഭർത്താവ് അടുത്ത് വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, മോളെ ഇടി സാരമില്ല കേട്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സാന്ത്വനിപ്പിച്ചു. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, 8 ലക്ഷം രൂപയും അദ്ദേഹം പറഞ്ഞ ഡീലും കൂടെ ആണെങ്കിൽ ഓക്കെ ആണോ മോളെന്ന് നീ നാളെ ഒന്ന് ചോദിക്കണമെന്ന്. ചേട്ടന് സമ്മതമാണോ? എടി നല്ലൊരു ജോലി, സ്ഥിരം ജോലി. എനിക്കൊരു കമ്പനിയിൽ സ്ഥിരം ജോലിയാണെങ്കിലും അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഇതങ്ങനെയല്ല, നല്ല സാലറി കിട്ടുന്നൊരു ജോബ്, നമ്മുടെ ജീവിതം സെറ്റിലാകും. ഞാനിതിന് ഇറങ്ങിച്ചാടി പുറപ്പെട്ട ശേഷം ചേട്ടൻ എന്നോട് അതൃപ്തി തോന്നാം, ഞാൻ ചീത്ത സ്ത്രീയാണെന്ന് പറയാം, എന്നെ ഉപേക്ഷിക്കാം. എടി അങ്ങനെ ഞാൻ ചെയ്യുമോ? നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും നിനക്ക് കോൾ അടിച്ചില്ലേ? നിനക്ക് തന്നെ ജീവിക്കരുതോ? നിന്നെ ഇതിനേക്കാൾ നല്ലൊരുത്തൻ വന്ന് റാഞ്ചിക്കൊണ്ട് പോകും. അങ്ങനെ നിന്നെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ? അപ്പോൾ എനിക്ക് കിട്ടുന്ന ജോലിയിലും ശമ്പളത്തിലുമാണ് നിങ്ങളുടെ കണ്ണ്. അതും തടി, നല്ല ജോലി ശമ്പളം ഒരു കുറവാണോ? എനിക്ക് നല്ല ശമ്പളം ഉണ്ടായിട്ടല്ലേ നിന്നെ കെട്ടിച്ചു തന്നത്. അപ്പോൾ ഇതിൽ വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ഭർത്താവ് എന്നെ ചേർത്തണച്ചിട്ട് പറഞ്ഞു, നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിന് യാതൊരു കുറവും വരില്ല, പക്ഷേ ഈ ജോലി നീ ഉറപ്പാക്കണം. 8 ലക്ഷം രൂപയെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തോട് ഡെയിലി ചോദ്യം ഓക്കെ ആണെങ്കിൽ ഇതിന് നമുക്ക് കൈ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മാനേജർ സാറിനെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു 8 ലക്ഷമേ തരാൻ പറ്റുള്ളൂ. ഹസ്ബൻഡിനോട് ഞാൻ മറ്റേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും സാറിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം, എൻ്റെ നടവാതിൽ പടിവാതിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ശരി ഞാൻ ആലോചിക്കട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് വളരെ സ്നേഹത്തോടു കൂടി നീ പെരുമാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ലെന്ന്. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഡീല് ഉറപ്പാണ്. ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം, സവിധത്തിൽ ഞാൻ താലമെടുത്ത് നർത്തനമാടണം എന്ന് പറഞ്ഞു. ഞാൻ അത് റെഡിയായി. ആദ്യം 4 ലക്ഷം കൊടുക്കാം, അത് കഴിഞ്ഞ ശേഷം ഈ ഒരു സംഭവ കാര്യങ്ങൾക്ക് ശേഷം എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്ന ശേഷം അടുത്ത 4 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഓക്കെ ആയിരുന്നു. ഹസ്ബൻഡ് രാവിലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാനേജർ പറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിടുകയായിരുന്നു. അദ്ദേഹം പുറത്ത് നിന്നിട്ട് എനിക്ക് ടാറ്റ തന്നാണ് ആ ഒരു റിസോർട്ടിനകത്തേക്ക് എന്നെ കയറ്റി വിട്ടത്. ഞാൻ പറഞ്ഞ റൂമിലേക്ക് കുറച്ച് ആശങ്കയോടുകൂടിയാണ് ചെന്നത്. അതിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അതീവ സുന്ദരനായിട്ട് മേക്കപ്പ് ചെയ്ത് സിനിമയിൽ നിന്നിറങ്ങി വന്നാണോ എന്ന് തോന്നുന്ന രീതിയിൽ. ചെന്ന് കഴിഞ്ഞ് അദ്ദേഹം എന്നെ ചേർത്തടച്ചിട്ട് ചോദിച്ചത്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്നാണ് പറഞ്ഞത്? ഞാനിപ്പോൾ സമയം പറഞ്ഞു, കുട്ടികളൊന്നും ആയിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞു ആയിട്ടില്ലെന്ന്. അത് കാണാനുമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സ്നേഹത്തോടുകൂടി കൊഞ്ചിച്ചു. എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറണം കേട്ടോ, അതല്ലാതെ ഇതൊരു ഡീലാണെന്ന് വെച്ച് ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു രസവും കാണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇതെൻ്റെ ജീവിത പ്രശ്നമല്ലേ, അതുകൊണ്ട് സാറിനെ എനിക്ക് ദൈവത്തെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിളക്കുമാടത്തിൽ പൂജാവിഗ്രഹം കാത്തിരിക്കുന്ന മോളേന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് കിളിയായി. അദ്ദേഹം പല ലീലാവിലാസങ്ങളും എനിക്ക് ഓതിത്തന്നു. ഞാൻ ഒരു കന്നിപ്പെണ്ണിനെ പോലെ ചില കാര്യങ്ങൾ മറത്തു, ചില കാര്യങ്ങൾ എഴുകി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മധുവിധ രാവുകളെ, സുരഭിലയാമങ്ങളെ, മടിയിൽ ആൺപൂവിനൊന്നും വേണ്ട, വേറെന്തെങ്കിലും പോകാമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങി വെച്ചു. ആ സമയത്താണ് അവിടെ ഒരു മുട്ട് കേട്ടത്. എവിടെ? വാതിലിൽ. റിസോർട്ടിലെ സ്റ്റാഫ് നമുക്കുള്ള ഡ്രിങ്ക്സുമായിട്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്ന് മുറി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു 25-26 വയസ്സ് കാണും, കയറി വന്നു. അപ്പോഴേക്കും പുള്ളി എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു. ഇത് എൻ്റെ കസിൻ ബ്രദറാണ്. അവനും നമ്മുടെ സ്കൂൾ നടത്തിപ്പിൽ ഒത്തിരി എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലിയാണ്. ഇവരെല്ലാം അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ അയാൾ ചോദിച്ചു, ഇതാണ് പുതിയ ടീച്ചറെന്ന്, എങ്ങനെയുണ്ടെന്ന് സാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, ടീച്ചറല്ല, വേണമെങ്കിലൊന്ന് മേക്കപ്പ് ചെയ്താൽ സിനിമ നടിയാക്കാവുന്ന. അത് കേട്ടപ്പോൾ എനിക്ക് ചമ്മലും വന്നു, നാണവും വന്നു, പേടിയും വന്നു. അച്ചായനെ തിരക്കി ഞാൻ വന്നത് അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് 2 പേരും കൂടെ പുറത്തു പോയി ഒരു 5 മിനിറ്റ് സംസാരിച്ചു. ഇവിടെ ഇരിക്കും മോളെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പുറത്തോട്ട് പോയത്. എനിക്കാണെങ്കിൽ പേടിയായിരുന്നു മാഡം, ശരിക്കും ഒരു കൂട്ടിലകപ്പെട്ടതുപോലെ ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും 2 പേരും കൂടെ അകത്തേക്ക് വന്നു. അപ്പോൾ മാനേജറിനോട് പറഞ്ഞു, മോളെ നിനക്ക് ഒന്നും തോന്നരുത്, അവന് നിന്നെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ 8 ലക്ഷം അങ്ങ് വിട്ട് കളയാം. ഒരു 2-3 ലക്ഷം തന്നാൽ മതി, ബാക്കിയൊന്നും ഒരു പ്രശ്നവുമില്ല.
തൽക്കാലം അവനും കൂടി സംഘഗാനത്തിൽ ഒന്ന് ചേർന്ന് ആലാപനം നടത്തിക്കോട്ടെ മോളെന്ന് ചോദിച്ചു. അയ്യോ സാർ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ദ്രോഹമല്ലല്ലോ മോളെ, ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ സ്വാന്തനിപ്പിച്ചു. ചേച്ചി ഒന്നുകൊണ്ടും ഭയക്കണ്ടെന്ന് പറഞ്ഞ് അവനും എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്തായാലും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ പോകുന്നില്ലേ ചേച്ചി എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അവൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചാരുതകൾ തുറന്നു കാട്ടാൻ വേണ്ടിയുള്ള വെമ്പലുകളായിരുന്നു. എനിക്കാണെങ്കിൽ എതിർത്ത് പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറ്റുന്നില്ല. രണ്ടു ഭാഗത്തു നിന്നും സിംഹങ്ങൾ വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സിംഹങ്ങളല്ല, അനുസരണയുള്ള രണ്ട് പൂച്ചക്കുട്ടികളാണ്. പാലെടുത്ത് വെച്ച പാത്രം നക്കി നക്കി കുടിക്കുന്ന പൂച്ചക്കുട്ടികൾ അത്രയും ശാന്തശീലരാണെന്ന് എനിക്ക് മനസ്സിലായി. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്നും കരഘോഷങ്ങൾ ഉയരാൻ തുടങ്ങി. ഞാൻ വായ്ക്കുരവയ്ക്ക് റെഡിയായി. അത് കണ്ട് അവർ പുഞ്ചിരിച്ചു. മാനേജർ സാർ എന്നോട് ചോദിച്ചു, ടീച്ചർ മോളെ, ഞാൻ പ്രവേശന പരീക്ഷ തുടങ്ങട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, പ്രവേശനം വേണം, പ്രവേശനമില്ലാതെ എന്ത് ടീച്ചിങ്? എല്ലാ കൊല്ലവും ആദ്യം നടക്കുന്നത് പ്രവേശനമല്ലേ, എങ്കിലല്ലേ ടീച്ചർമാർക്ക് ലൈഫ് ഉള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിയോടുകൂടിയാണ് ആ കൊല്ലത്തെ പ്രവേശന പരീക്ഷ നടത്തിയത്. എനിക്ക് ആഹ്ലാദം മാത്രമായിരുന്നു. പക്ഷേ ആഹ്ലാദം എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. കാര്യം കസിൻ ബ്രദർ എന്നോട് പറഞ്ഞു, എനിക്കും ഒരു അഡ്മിഷൻ തരണമെന്ന്. കൊച്ചു ചെക്കനല്ലേ, അവൻ അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ അഡ്മിഷനും ഞാനങ്ങ് എടുത്തു. 2 അഡ്മിഷൻ കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എവിടെയാണ് ഇടവും സ്ഥലവും? ഇനിയൊരു അഡ്മിഷന് സ്ഥലമേ ഇല്ലാത്ത രീതിയിൽ ഈ വർഷം തിരക്ക് തന്നെയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വല്ലാത്തൊരു തള്ളിത്തിരക്കായിരുന്നു. ആ തിരക്ക് അവസാനിച്ചത് ഉച്ചക്കഞ്ഞിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ റിലാക്സ്ഡായി സന്തോഷത്തിലാണ് പിരിഞ്ഞത്. ഭർത്താവിനോട് മാനേജർ സാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഭർത്താവിനോട് വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളല്ലാതെ മാനേജർ സാറിൻ്റെ ചില പെരുമാറ്റ രീതികൾ മാത്രമാണ് വർണ്ണിച്ച് പറഞ്ഞത്. കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. ഭർത്താവിന് എന്നോട് യാതൊരു സ്നേഹക്കുറവുമില്ല. ഈ ജോലി കിട്ടുമോ എന്ന് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പിന്നീട് സാർ 2 വട്ടം കൂടി വിളിച്ചു. അപ്പോഴും കസിൻ കൂടെ ഉണ്ടായിരുന്നു. മൂവരും ചേർന്നുള്ള നൃത്തബാലയായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവസാനം അവരെടുത്ത തീരുമാനം എന്നെ ഞെട്ടിച്ചു. 5 പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ 2 ലക്ഷം രൂപ ഞാൻ അവിടെ കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ആ 2 ലക്ഷം പോലും കസിൻ തന്നിട്ടാണ് അമേരിക്കയിൽ പോയത്. അന്ന് എനിക്ക് മനസ്സിലായി, മാഡം, സൗന്ദര്യമുള്ള സ്ത്രീക്ക് ഏത് സ്ഥാനങ്ങളും നേടിയെടുക്കാൻ പറ്റും. അതിന് ഒന്നും തടസ്സമല്ല. അന്നാണ് എൻ്റെ ശരീരവടിവിലും സൗന്ദര്യത്തിലും എനിക്ക് അത്യധികമായ ആഹ്ലാദം തോന്നിയത്. അതോടുകൂടി ഭർത്താവും എൻ്റെ മുന്നിൽ അടിയറോ പറഞ്ഞു. കാര്യം അങ്ങർക്ക് 5 പൈസ പോലും ചിലവായില്ലല്ലോ. അമ്മയമ്മയ്ക്ക് സന്തോഷമായി. അവർക്ക് സപ്പോർട്ട് തന്നെ, ഒരു പ്രശ്നങ്ങളുമില്ല, ആരും ഒന്നും അറിയരുത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുടുംബജീവിതം വളരെ സംതൃപ്തകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ വ്യത്യസ്തമായ പ്രശ്നമാണ്. എനിക്കിപ്പോൾ നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് പൊറുതിയില്ല. അവരോട് സൗഹൃദം കൂടി അവരെന്നോട് നമ്പർ വാങ്ങിച്ച് എന്നോട് ഇങ്ങോട്ടൊക്കെ സൊല്ലുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടത്തോട് പെരുമാറുമെങ്കിലും കാര്യമായ കാര്യം ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തവളെ പോലെ ഞാൻ പെരുമാറും. സുന്ദരന്മാരെയൊക്കെ ഇട്ട് എൻ്റെ പുറകെ നട്ടം തിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവർ എന്നോട് പലതും പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. എങ്കിലും അവരെന്നോട് ഇന്നോ നാളെയോ ഞാൻ കടാക്ഷിക്കുമെന്നുള്ള രീതിയിൽ എൻ്റെ പുറകെ നടക്കുന്നത് എനിക്ക് അതീവ ഇഷ്ടമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഇതൊരു വട്ടം കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു അറിയാതെ സംഭവിക്കുന്നതാണെന്ന്. അപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഇനി അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിന് 50,000 രൂപ തരുന്ന ആൾക്കാരെ മാത്രം നീ സ്വീകരിക്കാവൂ എന്ന്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടുത്താൽ പൊങ്ങാത്ത പണം ചോദിച്ചാൽ മതി, അവരോടിപ്പോയിക്കോളൂ എന്ന്. പക്ഷേ പിന്നീട് ഞാൻ പലരോടും അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞതിലും കൂടുതൽ പണം തരാൻ പലരും തയ്യാറാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പഠിച്ചു നിൽക്കുന്നത്? എക്സ്ട്രാ ഇൻകം ഉണ്ടല്ലോ, 30 വയസ്സ് വരെ നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് കുഞ്ഞ്, പിന്നെ നമ്മൾ സ്വസ്ഥമായി ജീവിക്കാം എന്ന് പറയുകയാണ്. മാഡം,
ഇങ്ങനെയൊരു ചുരുങ്ങിയ കാലയളവിൽ ഇഷ്ടത്തിൻ്റെയും പണത്തിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ 30-ാം വയസ്സിൽ അത് നിർത്താൻ പറ്റുമോ? എൻ്റെ മാനസികാവസ്ഥ മൊത്തം മാറിപ്പോകുമോ? പിന്നീട് ഞാൻ ഇതുപോലെ തുടരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് നല്ലതാണോ അതോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഭർത്താവ് പറഞ്ഞത്. 30-ാം വയസ്സിൽ നിർത്തുകയും വേണം. അത് പ്രാക്ടിക്കലായ ഒരു ചിന്തയാണോ മാഡം? എനിക്ക് ഒരറിവുമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. സൈലൻ്റായി നല്ലവരായി ജീവിക്കുന്ന ഭർത്താവും അമ്മായിമ്മയും, എന്നാലോ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട്, പോയാൽ സപ്പോർട്ട്, പോയില്ലെങ്കിൽ സപ്പോർട്ട്, എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നൊരു ഭർത്താവ്. അപ്പോൾ അങ്ങേർക്ക് എന്തൊക്കെയോ നിഗൂഢതകൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഉർവശി ശാപ ഉപകാരം, നിങ്ങൾക്ക് ചേർന്ന ഭർത്താവ് തന്നെ അങ്ങേർക്ക് ചേർന്ന ഭാര്യയൊക്കെ തന്നെ കുടുംബമെല്ലാം ചേരും. പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് മറിച്ച് ഇത്രയും ദുരൂഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരു ഫാമിലി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കും അത്ഭുതം തോന്നും. എന്തായാലും ഈ തീരുമാനം നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണ്. പക്ഷേ ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെയൊന്നും പുറകെ പോകരുത്. ജോലി കിട്ടിയല്ലോ, അതിന് വേണ്ടിയിട്ടൊരു തെറ്റ് ചെയ്തു, അത് സഹിക്കാം എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ കൈ നിറയെ പണമുണ്ട്, പണത്തിൻ്റെ പിന്നാലെ അലയാതെ നല്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാനേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ബിസിനസ് ആസ്പെക്റ്റിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിനെ നിങ്ങളുടെ മാത്രം റിസ്ക് ആണ്. അതിനിപ്പോൾ സദാചാരം കൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. അതൊക്കെ സ്വന്തം റിസ്കിൽ ചെയ്യുക. പിന്നെ 30-ാം വയസ്സിൽ നിർത്താൻ പറ്റുമോ, ഇനി ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമോ, പിന്നെയും പോകുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സല്ലേ, പറയുന്ന പോലൊന്നും പറഞ്ഞെടുത്ത് നിൽക്കുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കാം? ഒരു ടൈം പീരീഡ് വെച്ച് മുന്നോട്ട് പോയി അത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാൻ മാത്രം മനസ്സിന് ധൈര്യവും അതേപോലെ തന്നെ നല്ലൊരു ശക്തിയുമുള്ള ആൾക്കാരാണെങ്കിൽ പറ്റും. കാര്യം ബിസിനസ്സിന് വേണ്ടത് നിശ്ചിതമായൊരു ഗോളാണ്, അതിൽ സെൻറ്റിമെൻറ്റ്സ് പാടില്ല. അങ്ങനെ പറ്റുന്ന മൈൻഡ് സെറ്റപ്പ് ഉള്ളവരാണെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ സമൂഹത്തിനോ നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലെന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. തീരുമാനമെടുത്തത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പണസമ്പാദനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രസത്തിന് വേണ്ടിയിട്ടോ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ റിസ്ക്കും ഇഷ്ടവുമാണ്. അതിൽ നമ്മളിപ്പോൾ കൂടുതൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നമുക്കത് ഇഷ്ടമല്ല അല്ലെങ്കിൽ കേൾക്കുന്ന പാതിയും പേർക്ക് അതിൽ അനുകൂലമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി സ്വന്തം ഇഷ്ടത്തിൽ മുന്നോട്ട് പോകുക എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും പണ്ടാരണ്ട് പറഞ്ഞതുപോലെ പാടിയ വായും ആടിയ പാദവും അടങ്ങിയിരിക്കില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പെട്ടെന്നൊന്ന് മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല.